പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ശുദ്ധത നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവർക്ക് ഫുൾ A+ഉം A1ഉം ജോലിയും വിവാഹം അതൊക്കെ നടക്കണം. പക്ഷെ അതിനേക്കാളും ഉപരിയാണ് നമ്മുടെ മക്കൾ വിശുദ്ധിയിലും കൃപയിലും ആഴപ്പെടണം എന്നുള്ളത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ 33 ഇവിടെ വചനം പറയുന്നത് എങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണ് ജോബ്. അപ്പം ഞാൻ ഇതെന്താ ജോബ് 33:3 പറയുന്നത്? അപ്പോൾ ആ സിസ്റ്റർ പറയുമായിരുന്നേ, നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം. നോക്കൂ സഹോദരങ്ങളെ, ആ ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക അല്ലേ, വലിയൊരു കാര്യമാണ്. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. ഞാനപ്പോൾ ചിന്തിക്കുകയാണ്, ദൈവമേ, ഈ സിസ്റ്റർ കൊടുത്തുള്ള പോലെ തന്നെ ഒരു കൃപ ഞങ്ങൾക്കും തരണമേ. ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൃഷ്ട വസ്തുക്കളുടെ പുറകെ പോകുന്ന പരിപാടി നമ്മൾ നിർത്തില്ല സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ ഈ സൃഷ്ടവസ്തുക്കളുടെ സ്നേഹവും അതിൻ്റെ സാമീപ്യവും അതാണ് യഥാർത്ഥ നേട്ടം എന്ന് കരുതുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഈ ജ്ഞാനത്തിൻ്റെ അഭാവമാണ്. ദൈവമേ, ഈ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. യവസപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.